ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്തം ധർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം രാജവിദ്യാരാജഗുഹ്യ യോഗമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. മറ്റ് ദേവതകളെ ഭജിക്കുന്നത് വിധിപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ വിധിപ്രകാരമില്ല. വിധിപ്രകാരമല്ല എന്ന് പറയാൻ കാരണം എന്താ? അത് യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് മറ്റ് ദേവതകളെ ഭജിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇനി അങ്ങനെ ഇഷ്ടമുള്ളതനുസരിച്ച് ഭജിക്കാം, അതിന് വിരോധമൊന്നുമില്ല എന്ന് ഭഗവാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏതേത് ദേവന്മാരെ ഭജിക്കുന്നുവോ ആ ദേവന്മാരുമായിട്ടായിരിക്കും വാസനാബലം ഉണ്ടാകുക. വീണ്ടും അടുത്ത ജന്മത്തിൽ അവരുമായിട്ട് ഉള്ള ഇഷ്ടം നിലനിർത്തുകയും ചെയ്യും. ഇനി പിതൃക്കളെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ പിതൃക്കളുമായിട്ടുള്ള ബന്ധമായിരിക്കും അടുത്ത ജന്മത്തിന് നിലനിൽക്കുക. ഭൂതങ്ങളെ ആണ്, മറ്റു ഭൗതിക വസ്തുക്കളെയാണ് നമ്മൾ കൂടുതൽ വാസനാബലം ഉണ്ടാക്കുന്നതെങ്കിൽ, ഇവിടെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വാസനാബലം ഉണ്ടാക്കുക എന്നർത്ഥം. അങ്ങനെ ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പോയാൽ മറ്റ് ജീവജാലങ്ങളുടെ പോലും മുമ്പേ പോയാൽ എന്താണോ ശരീരം കൊണ്ട് നശിക്കുന്നത് അതൊക്കെ ഭൂതഗണങ്ങളാണെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആണ് അനന്തരഗതിയും കൂടെ ഇവിടെ പറഞ്ഞു. ഇനി ലളിതമായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നതാണ്. വളരെ ലളിതമായ രീതി നമ്മൾ വേദവൈദിക കർമ്മം അനുസരിച്ചുകൊണ്ടല്ലേ ആ വിധി പ്രകാരമുള്ള പഞ്ചദ്രവ്യങ്ങളോ ഇല്ല, ഇതൊന്നും ആവശ്യമില്ല. ഭഗവാൻ അവിടെ കൃത്യമായിട്ട് കലിയുഗത്തിൽ എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യാ അപകൃതമസ്നാപി പ്രയതാത്മന. പത്രം പുഷ്പം ഫലം തോയം, ഇലയോ പൂവോ പഴമോ ജലമോ. പത്രം എന്ന് പറഞ്ഞാൽ ഇല, പുഷ്പം തന്നെ പൂവ്, ഫലം പഴങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്, തോയം ജലം. ഈ 4 കൂട്ടം യാ മേ ഭക്തിയാ പ്രയച്ഛതി, യാതൊരുവൻ എനിക്ക് ഭക്തിയോടെ സമർപ്പിക്കുന്നുവോ, പ്രയതാത്മന തസ്യ ശുദ്ധാത്മാവായിരിക്കുന്ന അവൻ്റെ ഭക്ത്യ അപഹൃതം തത് ഭക്തിപൂർവം സമർപ്പിക്കപ്പെട്ട അതിനെ അഹം അസ്നാഭി ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വിളക്ക് ഇരിക്കുന്നിടത്ത് വെച്ച് കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ മുറ്റത്ത് നിൽക്കുന്ന തുളസിപ്പൂ എടുത്തിട്ട് ഭക്തി പുരസ്സരം ഭഗവാന് സമർപ്പിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ പുഷ്പാഞ്ജലിയായി എന്നർത്ഥം. ഇവിടെ 4 കൂട്ടത്തിൽ ഒന്നെങ്കിലും ഭക്തിയായി സമർപ്പിക്കുക. സ്വല്പം അഭ്യസ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. 4 കൂട്ടം ചേർത്ത് സമർപ്പിച്ചാൽ നല്ലത്. ഇനി അത് സാധ്യമല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുക. അത് ഭഗവാൻ ശ്രദ്ധാപുരസ്സരം ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി ആര് സമർപ്പിക്കുന്നുവോ അവൻ ആരായിരുന്നാലും വേണ്ടില്ല, അവരുടെ നിന്ന് ഞാനത് സ്വീകരിക്കും. അവിടെ പക്ഷപാതോ അല്ലെങ്കിൽ ഞാൻ ഇന്നയാളുടെ മാത്രമേ സ്വീകരിക്കുള്ളൂ, ബ്രാഹ്മണന്റെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭക്തൻ എന്നാ പറഞ്ഞ സജ്ജനങ്ങൾ, ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവര് ഈ ഉപകാരത്തെ, ദയാധരുവൻ ഇല പൂവ് പഴം ജലം മുതലായവ ഭക്തിയോട് കൂടി എനിക്ക് സമർപ്പിക്കുന്നുവോ, ശുദ്ധാത്മാവായിരിക്കുന്ന അവൻ ശുദ്ധാത്മാ ആയിരിക്കണം, അവൻ്റെ ആ ഉപകാരത്തെ ഞാൻ സ്വീകരിക്കുന്നു. ശുദ്ധാത്മാവായ ഒരാൾ ഏത് വസ്തു എനിക്കായിക്കൊണ്ട് ഭക്തിപൂർവ്വം സമർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കും. ആ ശുദ്ധാത്മാവായിരിക്കണം എന്നതും സമർപ്പണം ഭക്തിയോടെ ആയിരിക്കണം എന്നതും പ്രധാനമർഹിക്കുന്നു. അങ്ങനെയുള്ള ഭക്തൻ എന്ത് നൽകിയാലും അത് ഭഗവാന് സ്വീകാര്യമാണെന്നർത്ഥം. ഇതാണ് ഏറ്റവും ലളിതമായ രീതിയിൽ ഭഗവാനെ പൂജിക്കാനുള്ള അവസരം. ഇത്രയും ലളിതമായിട്ട് ഇതേ കാര്യം തന്നെ ഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. ഇതേ ശ്ലോകങ്ങൾ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, 1-2 വാക്കൊക്കെ ലേശം മാറിയിട്ടുണ്ടാവാം. എന്നാലും പത്രം പുഷ്പം ഫലം തോയെന്ന് തന്നെയാണ് ആദ്യത്തെ ലൈൻ. അതുകൊണ്ട് ഇതിലേതെങ്കിലും 4 കൂട്ടമോ എങ്കിലും ശുദ്ധാത്മാവായിരിക്കണം എന്നതാണ് പ്രധാനം.
ഇത് 7-ാം അധ്യായത്തിലും പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചോളൂ, പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൃഢ ശ്രദ്ധ, യോ യോ യാം യാം തൻ ഭക്തക ശ്രദ്ധയാർച്ചിതുമിച്ഛതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ഇതെല്ലാം കുട്ടകെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കി നേദിച്ചിട്ട് ശ്രദ്ധയില്ലാതെ ചെയ്താലോ അത് നിഷ്പ്രയോജനമായിട്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്ത് ചെയ്താലും എത്കരോഷി, ഇനി ഇതൊന്നും സാധിക്കില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാതിരിക്കില്ല, എന്തെങ്കിലും പ്രവർത്തിക്കാതിനാക്കി കച്ചിക്ഷണമ വിജാതദുഷ്ടത്തെ കർമ്മ എന്നുള്ള വ്യവസ്ഥ അനുസരിച്ച് ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാനൊക്കെ സാധ്യല്ല. എത്ര മടിയനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവന് ഉറങ്ങുകയും ചെയ്യണം, ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കഴിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ആ കർമ്മം ചെയ്യുമ്പം അതിലും ഈശ്വര പൂജയാക്കാം. അതും എങ്ങനെയാ? അത് എത്കരോഷി യസ്നാശി യച്ചുഘോഷി ദാസ്യ തപസ്യസി കൗന്ദയത്താൽ കുരുഷമതർപ്പണം. ഹേ കൗന്ദയ, യത്കരോഷി, അല്ലയോ അർജുന, യാതൊന്നിനെ ചെയ്യുന്നുവോ, അസ്നാസി, യാതൊന്നിനെ ഭുജിക്കുന്നുവോ, യത് ജുഘോഷി, യാതൊന്നിനെ ഹോമിക്കുന്നുവോ, യത് ദദാസി, യാതൊന്നിനെ കൊടുക്കുന്നുവോ, യത് തപസ്യസി, യാതൊരു തപസ് ചെയ്യുന്നുവോ, തൽ മതർപ്പണം കുരുഷ്വ, അതൊക്കെയും എനിക്ക് അർപ്പണമായി ചെയ്താൽ. അത് എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ ഭഗവാനുള്ള സമർപ്പണമായിക്കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞതിൻ്റെ കാര്യം. അങ്ങനെ ചെയ്താൽ അതും ഈശ്വര പൂജയാണെന്നർത്ഥം. അല്ലയോ അർജുന, നീ എന്ത് ചെയ്താലും, എന്ത് ഭുജിച്ചാലും, എന്ത് ഹോമിച്ചാലും, എന്ത് ദാനം ചെയ്താലും, എന്ത് തപസ് ചെയ്താലും അതെല്ലാം എനിക്കുള്ള അർപ്പണമായിട്ട് ചെയ്യുക. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്ന് സാരം. എല്ലാ കർമ്മങ്ങളും യജ്ഞമായി തീരുന്നതിനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഇങ്ങനെ ചെയ്താലുള്ള ഫലം അടുത്ത ശ്ലോകത്തിൽ കൂടി പറയുന്നു. ഇങ്ങനെ ഒന്നുകിൽ വിധിപ്രകാരം 4 കൂട്ടങ്ങളെ ഭക്തിയ പുരസ്സരം സമർപ്പിക്കാൻ പറഞ്ഞു. ഇല്ല, അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകമായിട്ട് അങ്ങനെ ഇരുന്നിട്ട് ക്രിയായോഗം പൂജയായിട്ട് ചെയ്യാൻ സാധിക്കില്ല. പത്രം പുഷ്പം ഫലം തോയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഈശ്വരനായിട്ട് സമർപ്പിക്കുക എന്നർത്ഥം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്ന് സാരം. എല്ലാ കർമ്മങ്ങളും യജ്ഞമായി തീരുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തന്നത്. നമ്മൾ അങ്ങനെയാണോ ചെയ്യാറ്? അതൊന്ന് ആലോചിച്ച് നോക്കണം എന്നർത്ഥം. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ, അതൊരു യോഗമാക്കിയാൽ, ശുഭാശുഭ ഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനെ സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഏവം ശുഭ അശുഭ ഫലൈ, ഇപ്രകാരം ശുഭാശുഭ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധനെ, കർമ്മബന്ധനങ്ങളിൽ നിന്ന് സന്യാസ യോഗയുക്താത്മാ, സന്യാസ യോഗയുക്തനായിക്കൊണ്ട് വിമുക്തനായിട്ട് മാം ഉപേക്ഷിസി, എന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇപ്രകാരം സകല കർമ്മങ്ങളും എനിക്ക് അർപ്പണമായിട്ട് ചെയ്താൽ ശുഭവും അശുഭമായിരിക്കുന്ന ഫലങ്ങൾക്ക് കാരണമായിരിക്കുന്ന കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നീ മുക്തനായിത്തീരുന്നതാണ്. ഇങ്ങനെ സന്യാസയോഗത്തോടു കൂടിയ അന്ധകരണം ഉള്ളവനാകുകയും തൽഫലമായിട്ട് നീ എന്നെ പ്രാപിക്കുകയും ചെയ്തു. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സകല കർമ്മങ്ങളും ചെയ്യുന്നത് മൂലം കർമ്മബന്ധങ്ങൾ അറ്റുപോവുകയും ഒടുവിൽ പരമോദപ്രാപ്തി സാധ്യമാകുകയും ചെയ്യും എന്നാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്യാസയോഗത്തോടു കൂടിയ അന്ധകരണ ശുദ്ധി വരിക. അതിലേറ്റവും പ്രധാനം എന്താ? സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് സന്യസിക്കാൻ പോകണമെന്ന് അർത്ഥാക്കൊന്നും വേണ്ട. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലും സന്യാസിയാകാം, വേഷം മാറാതെയൊക്കെ സന്യാസിയാകാം. അപ്പം അതിനും മൂല കാരണം എന്തായിരിക്കും? അന്ധകരണ ശുദ്ധി ഉണ്ടാക്കണം. അന്ധകരണ ശുദ്ധി ഉണ്ടാകാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ തൽഫലമായിട്ട് അതിൻ്റെ അന്ധകരണ ശുദ്ധി എപ്പോൾ ഉണ്ടാകുന്നോ അവിടെ ഭഗവത് പ്രാപ്തി. എപ്പോൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ.
അപ്പം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി സകല കർമ്മങ്ങളും ചെയ്യുന്നവന് ശുഭഫലമേ ഉണ്ടാകുള്ളൂ എന്നർത്ഥം. ആ ശുഭാശുഭ ഫലൈരേവം, നമ്മൾ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറയേണ്ടത് അർപ്പണ ബുദ്ധിയോടെ ചെയ്യും കൂടെ ചെയ്താലാണ് പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. കലിയുഗത്തിൽ പ്രത്യേകിച്ച് എളുപ്പമുള്ള പണിയാണ്, എളുപ്പമുള്ള സമയമാണ്. ഇത്രയും സുഖകരമായിട്ടൊരു ഈശ്വരപ്രാപ്തിക്ക് അനുവദിച്ചിട്ടിരിക്കുന്ന സ്ഥലം അല്ലെ സമയം ഒരു ജന്മത്തിലും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അത് ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുന്നത് മൂലം കർമ്മബന്ധനങ്ങൾ അറ്റുപോകും. പിന്നെ അവസാനം പരമോദപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. സമ്മോഹം സർവഭൂതേഷു നമേ ദേശോ അസ്ഥിന പ്രിയ യേ ഭജന്തിത്വമാ ഭക്ത്യ മയി തേ തേഷു ശാപ്യുഹം. അഹം സർവഭൂതേഷു, ഞാൻ സകല ജീവരാശികളിലും സമാം അതുല്യനാകുന്നു. മേം ദ്വേഷ ന അസ്തി, എനിക്ക് ശത്രുവുമില്ല പ്രിയനുമില്ല. ഞാൻ സകല ജീവരാശികൾക്കും തുല്യനാണ്. അതായത് അഹം സർവസ്യ ഭൂതേഷു, സർവഭൂതേഷു ഞാൻ സകല ജീവരാശികളിലും സമഹ തുല്യനാകുന്നു. മേൻ ദ്വേഷ ന അസ്തി, എനിക്ക് ശത്രുവില്ല. പ്രിയ ന, എനിക്ക് ആരും പ്രിയനുമില്ല. തുയേം മാം ഭക്തിയാ ഭജന്തി, എന്നാൽ യാതൊരുവൻ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നുവോ തേ മയി അഭി, അവർ എന്നിലും, അഹം തേഷു ച, ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. ഞാൻ സകല ജീവരാശികളിലും തുല്യനാകുന്നു. എനിക്ക് ശത്രുവുമില്ല മിത്രവുമില്ല. യാതൊരുവനാണോ, അതൊരുവൻ നല്ല ഒരുവർ, ആർക്ക് വേണേലും ഒരുവർ എന്നെ ഭക്തിപൂർവ്വം ഭജിക്കുന്നുവോ അവർ എന്നിലും ഞാൻ അവരിലും ഇരിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്നത് അചഞ്ചലമായ ഭക്തിയിലേക്ക് വന്നിട്ടായിരിക്കണം, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഫലം ലഭിക്കുക എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ഐക്യം ഉണ്ടാകും, തന്മയീഭാവം വരും. അതാണ് ഭഗവാനും ഭഗവാനും ഭക്തനും തമ്മിൽ പോലും വ്യത്യാസമില്ലാത്തൊരവസ്ഥ വരും. പിന്നെ ഭഗവാന്റെ ഭാവം എന്തൊക്കെയാണോ അത് നമ്മളിലും പ്രകടമാകും. ശത്രുമിത്രങ്ങളോടൊക്കെ ഒരേ ഭാവത്തിൽ നിൽക്കാൻ സാധിക്കും എന്നർത്ഥം. പരമഭക്തിയുടെ പരിണത ഫലം ഭക്തനും ഭഗവാനും ഒന്നായി തീരുക എന്നതാണ്. ആ തന്മയീഭാവത്തിൽ അവർ എന്നിലും ഞാൻ അവരിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഈ വാക്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഭഗവാനും ഭക്തനും കൂടെ ഐക്യഭാവം ഉണ്ടാകുന്ന, അവിടെയാണ് തന്മയീഭാവം എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഭാവം ഉണ്ടാകുമ്പോഴാണ് ഈശ്വരനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് സാക്ഷാത്കാരം. ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോഴേ സാധിക്കും. ഈശ്വരനും ആ ഭക്തനെ ശരിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ മിങ്കിളായി നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയും നമ്മുടെ ശക്തിയും തമ്മിൽ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവം ഉണ്ടാകണം. ഇനി ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ ആർക്കാ അർഹത? എല്ലാവർക്കും അർഹതയുണ്ട്. ദുരാചാരിയായിരുന്നാൽ പോലും. അഭിചേതസ്സു ദുരാചാരോ ഭജതേ മാം അന്യഭാ സാധുരേവസ്യ മന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹിസ. നല്ല ദുരാചാരിയായിരുന്നാലും സുദുരാചാര എന്ന് പറഞ്ഞാൽ അത്യന്തം ദുരാചാരി, അതായത് നല്ല പേര് കേട്ട ദുരാചാരി, ദുഷ്ടൻ, അത്യന്തം ദുരാചാരി ആണെങ്കിൽ പോലും മാം അനന്യഭാഗത്, എന്നെ ഭക്തിയോടാണ് ഭജിക്കുന്നതെങ്കിൽ ഭജത്തെ ചേത്, ഭജിക്കുന്നു എങ്കിൽ
സ സാധു ഏവ അന്തവ്യ, അവൻ നല്ലവനാണെന്ന് തന്നെ വിചാരിക്കണം. ദുരാചാരി ആണെങ്കിൽ തന്നെ, നല്ല ദുരാചാരി എന്ന് പറഞ്ഞാൽ ആരാ? പേര് കേട്ടത് ലോകപ്രസിദ്ധനായിരിക്കുന്ന ദുരാചാരി. അങ്ങനെയാണെങ്കിൽ പോലും അന്യശരണമില്ലെന്ന് ഉറപ്പിച്ച് എന്നെ ഭജിക്കുന്നുവെങ്കിൽ, എന്തെന്നാൽ അവൻ ശരിയായ നിശ്ചയം ചെയ്തവനാകുന്നു. അതായത് പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ സറണ്ടറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവുള്ളൂ, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്ന ദുരാചാരി ആയിരുന്നാൽ പോലും അവസാന കാലത്തെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ സാധുവായിരിക്കുന്ന, അതായത് ശരിയായിരിക്കുന്ന നിശ്ചയം ചെയ്ത അവന് ശരിയായ നിശ്ചയം അവൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൊടിയ ദുരാചാരി ആണെങ്കിൽ പോലും രക്ഷാമാർഗം ഉണ്ടെന്ന് ഇവിടെ ഭഗവാൻ തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അന്യ ശരണം ഇല്ലെന്ന് ഉറപ്പിച്ച് വാഗ്ദാനം ചെയ്യുന്ന കൊടിയ ദുരാചാരി എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കൂടി രക്ഷാമാർഗമാണ് ഭഗവാൻ എന്നർത്ഥം. ഇവിടെ വ്യക്തമാക്കിയിരുന്നു അന്യശരണം ഇല്ലെന്ന് ഉറപ്പിച്ച്. അവിടെയാണ് സറണ്ടറിങ്. മറ്റ് ശരണമൊന്നുമില്ല, മറ്റാശ്രയമൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കണം. മറ്റൊരു പരിഹാരവും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു സറണ്ടറിങ് നടക്കൂ. നമ്മൾ ഈ സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള ഭോഗസുഖങ്ങളൊക്കെ സമ്പൽ സമൃദ്ധി എല്ലാ തരത്തിലും ഐശ്വര്യത്തോടു കൂടി ഇരിക്കുമ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ, അനായാസന ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിൽ, സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലും നിങ്ങൾക്ക് മനസ്സിന് എന്തോ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തോ പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഉറപ്പിച്ചോളണം ഭഗവാനെ ശരണം പ്രാപിക്കാൻ സമയമായി എന്ന്. ബാക്കി ഭൗതിക സോഴ്സുകൾ കൊണ്ടൊന്നും നിങ്ങളുടെ ഈ വിഷമം മാറ്റാൻ പറ്റാതിരിക്കുക ചെയ്യാം. പിന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ വേദന മാറാത്തൊരവസ്ഥ വരും. അങ്ങനെ ഉള്ളവർക്കാണ് ശരിക്കും ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഘട്ടമായെന്ന് മനസ്സിലാക്കുക. അപ്പം അവൻ ന്യായമായിട്ടോ അന്യായമായിട്ടോ വളരെ ബിസി ലൈഫിലാണ്, ശരീരം പോലും മറന്നിട്ട് പണിയെടുക്കുക. അത് നല്ല ആചാരമോ ചീത്ത ആചാരമോ ആയിക്കോട്ടെ. പക്ഷേ അവസാനം പരിഹരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അനന്യമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന അവസ്ഥയിൽ എന്താണ് ഭഗവാൻ ചെയ്യുക? ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശതി. ക്ഷിപ്രം ധർമാത്മാ ഭവതി, അവൻ വേഗത്തിൽ തന്നെ ധർമാത്മാവായിട്ട് ഭവിക്കും. ആര്? കൊടിയ ദുരാചാരിയായിരുന്ന ആൾ ഭഗവാനെ അനന്യമായിട്ട് ചെന്ന് ശരണം പ്രാപിച്ചാൽ മതി. പിന്നെ അവനെ കൈപിടിച്ചുയർത്തുന്ന ആരായിരിക്കും? ഭഗവാൻ തന്നെയായിരിക്കും അർത്ഥം. അതുകൊണ്ടാണ് എത്രയും വേഗം അങ്ങനെ ഒരു നിശ്ചയം ചെയ്താൽ തന്നെ ആ നിമിഷം തന്നെ അവൻ ധർമാത്മാവായി എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൻ്റെ പിന്നാലെ ധർമ്മം ശരിയാണ്, ധർമ്മമാണ് നാം ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച ഒരാൾക്ക് ശാരീരിക പിന്നീടുള്ള ബന്ധനങ്ങളും ഇല്ലാതെയാകും. അതാണ് ക്ഷിപ്രം ഭവതി ധർമാശ ശാശ്വശാന്തി. അതിൽ ഇതുവരെ കിട്ടാത്ത ഒരു ശാന്തിയും ആത്മശാന്തി കിട്ടാൻ തുടങ്ങുന്നത്. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശതി. അതുകൊണ്ട് ക്ഷിപ്രം ഭവതി ധർമാത്മാ, അവൻ വേഗത്തിൽ ധർമാത്മാവായി ഭവിക്കുന്നു. ശാശ്വശാന്തി നിഗച്ഛതി, ശാശ്വതമായ ശാന്തി ഉണ്ടാകുന്നു. ശാശ്വതമായ ശാന്തിയാണ്, ആത്മസ്വരൂപമാണ് ശാശ്വതമായ ശാന്തി. നമേ ദേശോ അസ്തിന പ്രിയ. പിന്നീട് അനന്യ ശരണമായിട്ട് ഭഗവാനെ ഭജിക്കാനിട വരും. അവൻ മൂലം വേഗം തന്നെ ധർമാത്മാവായി ഭവിക്കും. അവൻ ശാശ്വത ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അല്ലാതെ അർജുന,
അല്ലയോ അർജുന, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അത് ഇതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു, ശുഭകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നതല്ല. ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ നിലനിൽപ്പ് പോലും. അപ്പം ആ സജ്ജനങ്ങളെ രക്ഷിക്കാൻ ഉള്ള ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടു, ഭഗവാനെ അറിയാതെയാണെങ്കിലും വിളിക്കാൻ തോന്നിയില്ല, നേരത്തെ പ്രതിസന്ധിയിൽ ടെൻഷൻ കൊണ്ട് വിളിക്കാൻ ഇരിക്കുകയും കൂടെ ചെയ്താൽ പോലും ഭഗവാന്റെ ഭക്തന്റെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ അവനൊരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മുടെ മക്കളായാലും 100 കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് ഒരു തെറ്റ് സംഭവിച്ചാൽ കടക്കടാ പുറത്തെന്ന് പറയുന്നതാണ് നമ്മുടെ സ്വഭാവം. ഭഗവാൻ അങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിരുന്നു, ഭഗവാനെ ഭജിക്കാതിരുന്നു, നമ്മൾ തന്നെ അങ്ങനെയൊക്കെയാണല്ലോ. നിരീശ്വരവാദിയൊന്നും അല്ലെങ്കിൽ തന്നെ 38 വയസ്സ് വരെയൊന്നും ഞാൻ ഈശ്വരൻ്റെ അനന്യഭക്തനൊന്നും അല്ലെങ്കിൽ എങ്ങനെ ഒരു അനുഭവത്തിലേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കെല്ലാവർക്കും അവരവരുടെ അനുഭവം പറയാനുണ്ടാവും, എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന്. ഇപ്പൊ ജനിക്കുമ്പം ആരും കള്ളനായിട്ടോ ബ്രാഹ്മണനായിട്ടോ ഇല്ലെങ്കിൽ മാതർ കാസ്റ്റ് ആയിട്ടോ ഒന്നുമല്ല ജനിക്കണം. ജനിക്കുന്ന മനുഷ്യൻ എന്നൊരൊറ്റ ജാതിയായിട്ടാണ് ജനിക്കും. പിന്നെയൊക്കെ ഈ ജാതി മതമൊക്കെ നമ്മളിൽ കുത്തിവെക്കുകയാണ് ആരെ കൂടെയുള്ളവർ. അതാണ് ശരിക്കും ദുരാചാരം. എല്ലാ കാര്യത്തിനും ഒരു ചട്ടക്കൂടൊക്കെ വേണം. പക്ഷേ ഈ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് ചട്ടക്കൂട് ഉണ്ടാക്കിയവർ തന്നെ തെറ്റിച്ചാൽ പിന്നെ അത് പഠിക്കുന്നതിൽ എന്താ കാര്യം? ഇപ്പൊ നമ്മുടെ സാധാരണ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മക്കളായാലും ബന്ധുക്കളായാലും 100 കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് ഒരു തെറ്റ് പറ്റിയാൽ മതി, നമ്മുടെ സ്വഭാവത്തിന് അത് പുറത്താക്കും, അവരെ പിടിച്ച് പുറത്താക്കും. അത് സേവകര്, കൃഷി കൗരുഷം ചെയ്യുന്നവരായിക്കോട്ടെ, പരിചാരകം ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവരായിക്കോട്ടെ, ഇനി അപ്പുറത്തേക്ക് കിടന്നാലോ, പുറത്തേക്ക് പോയാൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും അവസാനം ഭൗതിക ഭോഗസുഖങ്ങളുടെ പിന്നാലെ നടക്കുന്നതും അതും ഈശ്വരനെ അവഗണിക്കലാണ് ശരിക്കും. അതും അച്ഛന്തയുടെ മറവിൽ ചെയ്യുന്ന ദുരാചാരമാണ്. കൊടിയ ദുരാചാരം അല്ലെന്ന് മാത്രം, അതും ദുരാചാരത്തിൽ. ഈശ്വര വിചാരമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ ആരാന്ന് അറിയാത്തതുകൊണ്ട് അച്ഛന്തയുടെ പറയില്ല. അതിപ്പോൾ അവിദ്യാദി ദോഷങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഈ രജോ ഗുണവും തമോ ഗുണത്തിന് ആധിക്യമുള്ളവരാണ് അങ്ങനെ ഭഗവാനെ ഭജിക്കാൻ തയ്യാറാകാത്തത്. പിന്നെ അതുപോലുള്ള അനുഭവം വരുമ്പോഴാണ് അവർ ഭഗവാനെ ശരണാഗതി അടയുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ ധർമാത്മാവായിട്ട് പിന്നീട് ഭഗവാൻ മാറ്റുന്നതും അവർക്ക് ശാന്തി അനുഭവിക്കാനുള്ള യോഗ്യത കൊടുക്കാനും. ആ ഭക്തൻ അങ്ങനെ സറണ്ടർ ആകുന്ന ഭക്തർ ഒരിക്കലും നശിക്കുകയില്ല എന്നും ഭഗവാൻ പറയുന്നു. ദുരാചാരി ആയിരുന്നുവെങ്കിലും പിന്നീട് അന്യശരണമില്ല, അനന്യ ശരണനായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന അവൻ ഒരു ധർമാത്മാവായി, അവൻ തന്നെ ധർമാത്മാവായി ഭവിക്കുന്നു. അവൻ്റെ ശാശ്വത ശാന്തിയെ അനുഭവിക്കുകയും ചെയ്യും. അവൻ തന്നെ ശാശ്വതമായ ശാന്തിയെ അനുഭവിക്കും. അല്ലയോ അർജുന, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് അർഹത എന്ന് പറയുന്നതാണ് 32ാമത്തെ ശ്ലോകം. മാം ഹി പാർത്ഥ വ്യപാസത്യ ഈ അപശ്യപാപയോനയ ശ്രിയോ വൈശ്യസ്തഥാശൂദ്രസ്തേവീം യാന്തി പരാംഗതി. ഈ അപശ്യപാപ മാം ഹി പാർത്ഥ വ്യപാസച്ച, പാർത്ഥ സ്ത്രീ വൈശ്യ, അല്ലയോ അർജുന, സ്ത്രീകളായിട്ടും വൈശ്യരായിട്ടും ശൂദ്ര യേ സു, ശൂദ്രരായും ആരൊക്കെ ഉണ്ടോ, തഥാ പാപയോനയ ജനിച്ചവരായി പാപയോനികളിൽ ജനിച്ചവരായിട്ട് ആരൊക്കെയുണ്ടോ, തേ അപി അവരും, മാം വ്യപാസത്യ എന്നെ
ഭക്തനായിക്കൊണ്ട് പരമഗതി യാന്തി ഹി, പരമഗതിയെ പ്രാപിക്കുന്നു. അല്ലേ അർജുന, സ്ത്രീകളായിട്ടും വൈശ്യരായിട്ടും ശൂദ്രരായിട്ടും ഉള്ള അപ്രകാരം തന്നെ പാപയോനികളിൽ ജനിച്ചവരും കൂടി എന്നെ ആശ്രയിച്ച് പരമഗതിയെ പ്രാപിക്കുന്നു. ശ്രീ വൈശ്യ ശൂദ്രാദികൾ പാപയോനികളാണെന്ന അർത്ഥത്തിലും ഈ ശ്ലോകം വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഭഗവത് ഭക്തിയും പരമഗതിയും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കും നിഷേധിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഈ ശ്ലോകം കേവലം സങ്കുചിതമായ അർത്ഥത്തിൽ എടുക്കരുത്. സ്ത്രൈഗുണ്യചിത്തരെയും വ്യാപാര മനസ്ഥിതിക്കാരെയും ജഡപ്രതികളുമായിട്ടാണ് ശ്രീ വൈശ്യശൂദ്രാദികൾ സൂചിപ്പിക്കുന്നത് എന്ന് കരുതാവുന്നതാണ്. അതിനാൽ ഒരു തരത്തിൽപ്പെട്ടവരെയും ഗീത അകറ്റി നിർത്തുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏത് തരത്തിൽപ്പെട്ടവരും ഏത് ജാതി മതപ്പെട്ടവരായാലും വേണ്ടില്ല, അവരെല്ലാം ആധ്യാത്മികമായ പുരോഗതിക്കും അർഹരുമാണെന്നർത്ഥം. ആത്യന്തികമായ പരമഗതി പ്രാപിക്കാൻ അർഹതയുണ്ടെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അർഹതയാണ് പറഞ്ഞത്. അർഹത ഒരിക്കലും യോഗ്യതയല്ല. യോഗ്യത നമ്മൾ നേടണം. അതിനുള്ള അനുഷ്ഠാനങ്ങൾ, ലക്ഷ്യം തീരുമാനിക്കാനുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക എന്നർത്ഥം. അതിൽ നിന്നുണ്ടാകുന്ന സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളെ കൂടെ ഓവർകം ചെയ്യും. അപ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യേണ്ടത്, എന്നിട്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാ? പൂർണ്ണമായിട്ട് ഭഗവാനെ സറണ്ടർ ചെയ്യണം. പിന്നെ ലക്ഷ്യം തീരുമാനിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠാനങ്ങൾ വിധിപ്രകാരം തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ ബ്രാഹ്മണരുടെ കാര്യം പ്രത്യേകം പറയണമെന്നാണ് ഭഗവാൻ എന്നെ ചോദിക്കണേ. അപ്പൊ ഈ സ്ത്രീ വൈശ്യ ശൂദ്രാദികളൊക്കെ പാപയോനികളിൽ ജനിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പൂർവജന്മ കർമ്മബന്ധനങ്ങളെ കൊണ്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അത് ബ്രാഹ്മണനായാലും ഏത് കുലത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും വീണ്ടും വീണ്ടും വന്ന് ജനിക്കുന്നുണ്ടോ? പരിഹാരമില്ലാത്ത വിഷയങ്ങൾ അവരുടെ കർമ്മബന്ധനമായിട്ട് കിടക്കുന്നുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വന്ന് ജനിക്കാനിട വരുന്നത്. അത് ബ്രാഹ്മണനായാലും വേണ്ടി വരും. പിന്നെ ബ്രാഹ്മണർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കൺസെഷൻ ഭഗവാൻ വിധിക്കുന്നതെന്ന് വെച്ചാൽ, കിം പുനഃ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജശ്രയസ്തത അനിത്യ അസുഖം ലോകം യോം ബ്രാഹ്മണ. ഇപ്പം ബ്രാഹ്മണരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയണമെന്നാണ് ചോദിച്ചത്. ബ്രാഹ്മണരും അതേപോലെയുള്ള മഹാത്മാക്കളും ഇത് ദുരാചാരമാണ്, ഇല്ലെങ്കിൽ പാപയോനികളിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് പാപയോനികളിൽ ജനിച്ചവരൊന്നും ഈശ്വരപ്രാപ്തിക്ക് അർഹരല്ല, അത് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും അങ്ങനെ ഒരു ഭാവത്തിലാണെങ്കിലോ. പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, സ്ത്രീകളും മറ്റു ജാതിയിൽപ്പെട്ടവരൊക്കെ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജനിക്കാനിട വരുന്നത്, ദുരിതം മാറ്റി തരണമെന്ന് സ്ത്രീകൾ പ്രാർത്ഥിക്കാറുമുണ്ട്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞ സ്ത്രീകൾക്കാണ് മുൻഗണന ഭഗവാൻ ആദ്യം കൊടുത്തേക്കണം. സ്ത്രീകളാണല്ലോ ഭക്തിയിലും കൂടുതൽ എളുപ്പത്തിൽ വരുന്നതും. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഭക്തിയിലേക്ക് വരുന്നവർക്കും ഉണ്ട്, എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ഈ പെണ്ണായിട്ട് ജനിച്ചേ എന്നൊക്കെ പറയും. ഇല്ലേ? നിങ്ങളൊക്കെ പറയാറില്ലേ അങ്ങനെ? എന്ത് ദുരിത, എന്നെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഭഗവാനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പക്ഷപാതമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിരിക്കുന്ന ആ ഭഗവത് ചൈതന്യം തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും ബ്രാഹ്മണ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനായാലും എല്ലാവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ശരീരം ഈ പ്രകൃതിയിൽ നിന്നെടുത്തതാണ്. ഈ അഷ്ടബന്ധമായിട്ട് ഉറപ്പിക്കുന്നതും ഭഗവാനാണ്. അപ്പം നമ്മുടെ ശരീരം കിട്ടിയിരിക്കുന്നതും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കോമണായിട്ട് ചില ശക്തിയുടെ പ്രവർത്തനം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടൊക്കെ നടക്കുന്നത് ഒരേപോലെയാണ്.
പിന്നെ എന്തിനാണ് ഈ ജാതിമത ചിന്തയും ഊഞ്ചനീതിത്വവും ഞാൻ എൻ്റെ എന്നുള്ള പറച്ചിലൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ? അതാണ് മൂലപ്രകൃതി മായ എന്ന് പറയുന്നത്. അപ്പോൾ ആ മായയെ ജയിച്ചിട്ട് ജന്മം കിട്ടിയിട്ടുള്ള ബ്രാഹ്മണരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയണമെന്നാ ചോദിച്ചു. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജശ്രയസ്തത നിത്യം അസുഖം ലോകം യമം ബാബസുമ. പുണ്യമുള്ള ബ്രാഹ്മണരും അതേപോലെ ഭക്തരായിരിക്കുന്ന രാജർഷികളും പരമഗതി പ്രാപിക്കുമെന്ന് പ്രത്യേകം പറയണം എന്നില്ലല്ലോ. നശ്വരവും ദുഃഖകരവുമായിരിക്കുന്ന ഈ ലോകത്തിൽ വന്നുകൂടിയ സ്ഥിതിക്ക് എന്നെ ഭജിച്ചു കൊള്ളുക. ശാശ്വത സുഖം ലഭിക്കുന്ന പരമോദ പ്രാപ്തിക്ക് ഇതേ ഉള്ളൂ ഒരേ ഒരു ഉപായം എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. പുണ്യബ്രാഹ്മണ, പുണ്യമുള്ള ബ്രാഹ്മണരുടെയും തഥാ ഭക്ത്യ രാജക്ഷയ, അതേപോലെ ഭക്തന്മാരായിരിക്കുന്ന രാജർഷികളുടെയും കിം പുന, പിന്നെ എന്തിന് പറയണം? അനിത്യം അസുഖം ലോകം, അനിത്യവും സുഖകരവുമായിരിക്കുന്ന ഇമം ലോകം പ്രാപ്യ, ഈ ലോകത്തെ പ്രാപിച്ച സ്ഥിതിക്ക് മാം ഭജസ്വ, എന്നെ ഭജിക്കുക. പുണ്യമുള്ള ബ്രാഹ്മണരും അതേപോലുള്ള ഭക്തന്മാരായിരിക്കുന്ന രാജർഷികളും പരമോധി പ്രാപിക്കുമെന്ന് പ്രത്യേകം പറയണമെന്നില്ലല്ലോ. നാശവും ദുഃഖകരവുമായിരിക്കുന്ന ഈ ലോകത്തിൽ വന്നുകൂടിയ സ്ഥിതിക്ക് അതുകൊണ്ട് എന്നെ തന്നെ അനന്യമായിട്ട് ഭജിച്ചു കൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ശാശ്വത സുഖം ലഭിക്കുന്ന പരമോദ പ്രാപ്തിക്ക് ഇതേയുള്ള ഉപായം എന്നുകൂടി ഇതോടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ശൂദ്ര വൈശ്യാദികളായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ എല്ലാവർക്കും അർഹതയുണ്ട് എന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. പക്ഷെ അർഹത ഒരിക്കലും യോഗ്യതയല്ല. യോഗ്യത നമ്മൾ നേടിയെടുക്കണം. ഭൗതികമായ കാര്യങ്ങൾ പോലും നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനൊക്കെ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ ആയി അതിൻ്റെ പെർമിഷൻ മേടിച്ചു മുനിസിപ്പാലിറ്റിയിലോ അല്ലെ പഞ്ചായത്തിലോ പോയിട്ട് അതിൻ്റെ പെർമിഷൻ മേടിച്ചാൽ വീടുണ്ടാവും. ആ വീടുണ്ടാക്കാൻ ഇല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റി കയ്യിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടായോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അതിനും കുറെ കാലവും കാത്തിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യത്തിനും തിയററ്റിക്കലായിട്ട് കാര്യമൊന്നുമില്ല. അതിന് അർഹത എല്ലാവർക്കും എന്താകാനും അർഹതയുണ്ട്. പക്ഷെ അർഹത യോഗ്യതയാക്കി മാറ്റണം. അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം എന്ന സാരം. അത് ബ്രാഹ്മണനായാലും വേണം. ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരിച്ചാ ചോദിക്കാറ്, ബ്രാഹ്മണർ പോലും ഇന്നത്തെ സ്ഥിതിയിൽ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നില്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണപ്രിയനായിട്ടാണ് ഭഗവാനെ പോലും നമ്മൾ നാമം ജപിക്കുന്നത്. ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ ബ്രഹ്മ വിവർത്തന ബ്രഹ്മവിത് ബ്രാഹ്മണവും ബ്രഹ്മയും ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ എന്നാ ഭഗവാന്. അതിനകത്ത് ഒരു ശ്ലോകം തന്നെയാണ്. ഏകദേശം 8-9 നാമങ്ങളെ ബ്രഹ്മത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള നാമമുണ്ട്. അതിൽ ബ്രാഹ്മണപ്രിയ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടതോ കുലത്തിൽ ജനിച്ചത് കൊണ്ടോ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ടോ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനാകുന്നില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാ ബ്രാഹ്മണനാകാം? ബ്രഹ്മചാരി ആകണം. ആ ബ്രഹ്മചാരി ആണെങ്കിൽ ലക്ഷ്യം തീരുമാനിച്ച് അതിനുള്ള അനുഷ്ഠാനങ്ങള് പോയി. ബ്രാഹ്മണർക്ക് എന്താ ഗുണം? പൂർവജന്മാർജിതമായിട്ട് സാത്വിക ഭാവം ആയിരിക്കും അവരുടെ സ്വഭാവത്തിൽ മുഴച്ചു നിൽക്കുക. അതായത് ഏറ്റവും സാധാരണ പ്രകടമാകുന്ന സ്വഭാവം സാത്വിക സ്വഭാവമായിരിക്കും. ഇപ്പൊ സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങനെയുള്ളവർ മഹാത്മാക്കളാണെന്ന് പറഞ്ഞു. അപ്പൊ അവരിൽ നിന്ന് കേട്ടറിയണം ചില കാര്യങ്ങൾ. നിങ്ങളിപ്പോ പുസ്തകം വായിച്ചാലും ശ്രീകൃഷ്ണന്റെ കഥയൊക്കെ മനസ്സിലാവും. പക്ഷെ ഒരാളുടെ മുഖത്ത് നിന്ന് കേൾക്കുമ്പോഴോ അത് വ്യത്യാസം ഉണ്ടാവും. കേട്ട് വേണം നമ്മുടെ മനസ്സിൽ അത് ഹിറ്റ് ചെയ്യാൻ, പിന്നെ മറക്കാതിരിക്കണം. അപ്പോൾ ഈ സ്ത്രീ ശൂദ്ര വൈശാലികളെ പോലും, ഈ മറ്റ് ഗണത്തിൽപ്പെട്ടവരെ പോലും വർണ്ണത്തിൽപ്പെട്ടവരെ പോലും ഉയർത്തിക്കൊണ്ടുവന്ന് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കേണ്ട ചുമതല ഈ ബ്രാഹ്മണനും മഹാത്മാക്കൾക്കും സജ്ജനങ്ങൾക്കാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ പോലും സജ്ജനങ്ങളെ രക്ഷിക്കാൻ പ്രിഫറൻസ് കൊടുക്കും.
അപ്പൊ കൃത്യമായിട്ട് ആ ബ്രാഹ്മണര് വേണം ഇത് ശാസ്ത്രത്തെ യഥാവിധി പഠിച്ച് അനുഷ്ഠാനങ്ങളെ കൊണ്ട് ബ്രഹ്മജ്ഞാനിയായി മാറിയിട്ട് മറ്റുള്ളവർക്ക് ഈ പറയുന്ന സ്ത്രീ ശൂദ്ര വൈശാദികൾക്ക് ഈ പറയുന്ന ശാസ്ത്രത്തെ അവരുടെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ബ്രാഹ്മണന്റെ കർമ്മ. ശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അവരെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം. ബ്രഹ്മചാരികളാണ്, ആത്മചാരികളാണ് ഭഗവാനെ പ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഹ്മണരും പുണ്യം ചെയ്തിട്ടുള്ള രാജർഷികളും ഒക്കെയാണ് ഈ പാതയിലേക്ക് വരിക. അപ്പൊ അവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് ഭഗവാൻ ചോദിച്ചതിന് ഇന്നത്തെ കാലോചിതമായിട്ടുള്ള സ്ഥിതി നോക്കിയിട്ട് ഞാൻ പറയാറുണ്ട്, ബ്രാഹ്മണർക്ക് പോലും ഇത് സാധിക്കില്ല. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണർ പോലും അനുസരിക്കുന്നില്ല. ശാസ്ത്രത്തെ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ഈ ശാസ്ത്രത്തെ യഥാവിധി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ബ്രാഹ്മണന്റെ ധർമ്മമാണ്. അവർ പോലും അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ ഗതി എന്താകും? നിങ്ങളുടെ സുഹൃതം കൊണ്ടാണ് എന്നെ പോലെയുള്ളവരുടെ റേഞ്ചിൽ നിങ്ങൾ വന്നു പെട്ടതാ അല്ലേ? എങ്ങനെയൊക്കെയോ ആരൊക്കെയോ മുഖേന. അത് പ്രകൃതിയാണ്. നമ്മളെ ഒന്നിച്ച് ചേർക്കാന്ന് പറയുന്നത് പ്രകൃതി തന്നെ ചെയ്യും. അതിന് സമയമാകുമ്പോൾ അങ്ങനെ ചേർക്കും. ഇതൊന്നും മനസ്സിലാക്കാനും ഇതൊന്നും വേണ്ടവണ്ണം അടുത്തിരുന്നാൽ പോലും ചിലപ്പോൾ ആർക്കും യോഗ്യത ഉണ്ടായിരിക്കുന്നില്ലേ. ആ യോഗ്യത എങ്ങനെ നേടുക? യോഗ്യത നേടണമെങ്കിൽ ഒരു സമയം വരണം, ഒരു യോഗം വരണം, അപ്പോഴേ നടക്കുള്ളൂ. നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പല വിഷയങ്ങൾ ഭൗതികമായിട്ട് പോലും പഠിക്കാൻ പോകുമ്പോൾ അവരവരുടെ ചോയ്സുള്ള വിഷയം വാസനാബലം അനുസരിച്ചുള്ളത് ചിലപ്പോൾ കിട്ടില്ല. പല കാരണങ്ങളെ കൊണ്ട് നമുക്കത് ചിലപ്പം അനുകൂലമായ പരിതസ്ഥിതിയിൽ അത് പഠിക്കാൻ പറ്റുന്നിരിക്കില്ല. ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളത്, അല്ലെ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മായയിൽ പെടുന്ന പോലെ നിങ്ങളെടുക്കുന്ന സബ്ജക്റ്റ് അവരുടെ ഫോഴ്സ് നിമിത്തമായിരിക്കും. ഇപ്പം പിന്നെ കുറേ കൗൺസിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 ഏത് വിഷയം എടുക്കണ്ടെന്നൊക്കെ കൗൺസിൽ ചെയ്തിട്ട് പറയാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും വേണ്ടില്ല, ഈ യോഗ്യത നേടേണ്ടത് ആരുടെ കയ്യിലാണ്? അവരവർ തന്നെ നേടണം. അതിന് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യണം. അത് ബ്രാഹ്മണനായാൽ പോലും അർഹതയുള്ളൂ, യോഗ്യത അവരവർ നേടണം. അപ്പൊ 32ാമത്തെ ശ്ലോകത്തില് പറയുന്നതനുസരിച്ച് കൊണ്ട് സ്ത്രീകൾക്കൊക്കെ അർഹതയുണ്ട്. സ്ത്രീകൾക്കും ശൂദ്രർക്കും എല്ലാവർക്കും ഭഗവത് പ്രാപ്തി അർഹതയുണ്ട്. അർഹത ഒരിക്കലും യോഗ്യത അല്ല. അത് ഓർത്തിരുന്നോളണം. യോഗ്യത നമ്മൾ പഠിച്ചുണ്ടാക്കി നേടണം എന്നർത്ഥം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നേടുക? യോഗ്യത നേടാനും സിമ്പിളായിട്ട് ഭഗവാൻ ഇതിനു മുമ്പും പറഞ്ഞു, പത്രം പുഷ്പം ഫലം ദ്വയം യോമ്യം ഭക്തിയാ പറയിച്ചത്. ഇനി അതിലും കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണ്, മന്മനോ ഭവ മദ്ഭക്ത മന്മന ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കരു മാമേ വൈശസ്യയുക്ത ഇവം ആത്മാനം മത്പരായണ. മന്മന മത്ഭക്ത മദ്യാജീം ഭവ, എന്നിൽ മനസ്സുറപ്പിച്ചവനും എൻ്റെ ഭക്തനും എനിക്ക് വേണ്ടി യജിക്കുന്നവനും ആയിട്ട് ഭവിക്കുക. അതിനേറ്റവും കരണീയമായിട്ടുള്ളത് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും പ്രശ്നം. കാരണം മനസ്സാണ് ഈ ഉറക്കാത്ത സാധനം. അതിങ്ങനെ ഫ്ലക്ച്വേഷനാ, വന്നും പോയിരിക്കും. നമ്മുടെ നെറ്റ്വർക്ക് പോലെയാ, വന്നും പോയിരിക്കും. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോവും. എപ്പോഴാ പോണേന്നും പറയാൻ പറ്റില്ല, എപ്പോഴാ വരണേന്നും പറയാൻ പറ്റില്ല. അപ്പം അത് ഈ ഓടി നടക്കുന്ന മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തനാണ്. എന്ത് സർവവും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നവനായിട്ട് മാറുക, എനിക്ക് വേണ്ടി സർവവും സമർപ്പിക്കുന്നവനായി ഭവിക്കുക.
പിന്നെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ, തല കുനിക്കാൻ യാതൊരു, അറ്റ്ലീസ്റ്റ് തലയെങ്കിലും ഒന്ന് കുനിക്കാൻ, മുട്ടോ മടങ്ങില്ല, തലയെങ്കിലും ഒന്ന് കുനിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. ഇപ്രകാരം എന്നെ പരമാശ്രയമായി കരുതി മനസ്സിനെ എന്നിൽ യോജിപ്പിച്ചാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. എന്ന് വെച്ചാൽ ആരാണോ ഇപ്രകാരം യോഗ്യത നേടാൻ ശ്രമിക്കുന്നത് അവർക്ക് യോഗ്യത കിട്ടുകയും ചെയ്യും. ഇതേ ശ്ലോകം തന്നെ ഒന്ന് ലേശം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ 18-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അവിടെ സത്യം ചെയ്യില്ല ഭഗവാൻ. ഇവിടെ ഒരു വാഗ്ദാനം നൽകുന്നതാണെങ്കിൽ അവിടെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യാണ്. സത്യം തേ മന്മനാഭവദ്ഭക്തവും അധ്യാജീം മാം നമസ്കുരവും അമേഷയുക്തവും ആത്മാനം മത്പരായണ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? മന്മനാഭവമദ്ഭക്തവും അധ്യാജീം മാം നമസ്കുരു. അവിടെ മാമേ വൈശ്യസി സത്യം തേ, സത്യം തേ പ്രതിജാനേ പ്രിയോ അസിമേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ. മന്മനാഭവം അദ്ഭക്തം അധ്യാജീം മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ. ഇവിടെ മാമേ വൈശ്യസി യുക്തവ്യം ആത്മാനം മത്പരായണ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ യുക്തി അനുസരിച്ചുകൊണ്ട് ആത്മാനം മത്പരായണ. മറ്റതെങ്ങനെയാണ്? ഭഗവാന്റെ അനന്യ ഭക്തനായിട്ട് മാറിയാൽ ആ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ സത്യം തേ പ്രതിജാനോ പ്രിയോസിമി, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ നിനക്കായിക്കൊണ്ട് ഞാനൊരു സത്യത്തെ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ നിന്റെ മുമ്പിൽ സത്യം ചെയ്യുന്നു ഭക്തന് വേണ്ടിയിട്ട്. ഇവിടെ ഭക്തനോട് യോഗ്യത നേടാനാണ് പറയുന്നത്. അതാണ് ആത്മാനം മത്പരായണ എന്ന് പറയുന്നത്. അതായത് എന്നിൽ മനസ്സുറപ്പിച്ച്. ഇപ്പം ഭഗവാൻ നമുക്ക് വേണ്ടി സത്യം ചെയ്യണമെങ്കിൽ അതിനൊരു യോഗ്യത നേടണം. അർജുന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ സത്യം ചെയ്യുന്നത്? അർജുനൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു. നഷ്ടോ മോഹസ്മൃതിൽ ലപ്ത തൽ പ്രസാദാത്മയ അച്യുത. ഗതസന്ദേഹ കരിഷേ വചനം തവ, എനിക്ക് യാതൊരു സംശയമില്ല, സംശയലേശം എന്നെ ഞാൻ അങ്ങ് പറഞ്ഞത് അനുസരിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ സത്യം ചെയ്യാണ്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആ ഒരു അവസ്ഥയിലേക്ക് ഭഗവാനെ കൊണ്ട് സത്യം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു യോഗ്യത നേടണം. അതാണ് യുക്തവ്യം ആത്മാനം മത്പരായണ എന്ന് പറയും. മന്മനാഭമദ്വതോ, എന്നിൽ മനസ്സുറപ്പിക്കുക, എൻ്റെ ഭക്തനും എനിക്ക് വേണ്ടി യജിക്കുന്നവനുമായിട്ട്. എന്ത് ചിന്തിക്കുന്നതും പറയുന്നു. യത്കരോഷി സ്നാസി യജ്ജുഘോഷി ദദാസ്യൻ തപസ്യസി കൗന്ദേയ എന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. ഏവം മത്പരായണ, ഇപ്രകാരം എന്നെ പരമവാസയമായി കരുതിക്കൊണ്ട് ആത്മാനം മയി യുക്ത, ആത്മാവിനെ എന്നിൽ യോജിപ്പിച്ചാൽ, നമ്മുടെ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിച്ചാൽ മാം ഏവ ഏഷസി, എന്നെ തന്നെ പ്രാപിക്കും. അത് യോഗ്യത. ഏറ്റവും വലിയ യോഗ്യത എന്താ? ആദ്യം മനസ്സിനെ ഉറപ്പിക്കണം. മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉറപ്പിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ കുതിച്ചു പായുന്ന 5 കുതിരകളെ നിയന്ത്രിച്ച് നിർത്തിയാലേ മനസ്സ് കൊണ്ടാണ് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇപ്പൊ എന്താ കുഴപ്പം? നമ്മൾ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്, ഇല്ലേ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തില് നമ്മൾ അടിമയായിട്ട് പ്രവർത്തിക്കാം. ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ട് മാറും എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാനായിക്കൊണ്ട് സകലതും സമർപ്പിക്കുന്നവനായിട്ട് ഭവിക്കുക, ഭഗവാനെ സങ്കോചം കൂടാതെ നമസ്കരിക്കുന്നവനാകുക. ഇപ്രകാരം ഭഗവാനെ പരമ ആശ്രയമായി കരുതി മനസ്സിനെ ഭഗവാനിൽ തന്നെ യോജിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ
എപ്പോഴാണോ അത് സാധ്യമാകുന്ന ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നോ അപ്പോൾ ആ ഭക്തൻ ഭഗവാനിൽ പ്രാപിക്കും. ഈ ശ്ലോകം അല്പമായ മാറ്റത്തോടെ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ഇപ്പൊ ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങള് അനുഭവസ്ഥമാക്കണം. അനുഭവസ്ഥമാക്കണമെങ്കിൽ ഈ അവസാനം പറഞ്ഞ ശ്ലോകം അർഹത എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചോളൂ. അവിടെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായാലും വേണ്ടില്ല, മനുഷ്യജന്മം കിട്ടിയവർക്ക് ഇത് ഈ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ സാധിക്കും. മനനം ചെയ്യാതെ, മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷണനേരം കൊണ്ട് മനനം ചെയ്ത് പ്രവർത്തിക്കാൻ ക്ഷമതയുള്ളവനെയാണ് മനുഷ്യൻ എന്ന് വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങള് വിഷയഗ്രഹണങ്ങളിലേക്ക്, മറ്റ് വിഷയങ്ങളിലേക്ക് ഗ്രഹിക്കാൻ പോകാതെ ആ വിഷയമൊന്നുമല്ലാതെ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചിട്ട് അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. അതായത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കണം. ആത്മാവിനെ, ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിച്ച് നിർത്തുന്നതാണ് ആത്മസാക്ഷാത്കാരം. പിന്നെ ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ ഈശ്വരഹിതമനുസരിച്ച് നടക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ ആ യോഗ്യത എപ്പോ നേടുന്നോ അപ്പോൾ ഭഗവാൻ നമ്മുടെ മുമ്പിൽ സത്യം ചെയ്യും. സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ, എന്നിൽ തന്നെ എന്നിലേക്ക് ചേർക്കുന്ന പറഞ്ഞ് ആത്മൈവ മത്പരായണ. ഇപ്പൊ ശരണാഗതി ഭക്തിയാണ് ഏറ്റവും കലിയുഗത്തിൽ എളുപ്പമായ മാർഗം. നമുക്ക് സാധാരണക്കാർക്ക് അതാണ് ഏറ്റവും ശരിയായ അവസ്ഥ എന്നർത്ഥം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്ര ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യ രാജഗുഹ്യ യോഗോ നാമ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അത്യന്ത രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോരുത്തരും അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഫലേച്ഛയില്ലാതെ നമ്മുടെ ചിന്തയിലും വാക്കിലും ഈശ്വര ശക്തിയെ സാത്വിക ഭാവത്തിൽ തന്നെ അനുഭവിച്ചറിയണം. അതിനുള്ള ജ്ഞാനമാണ് പറഞ്ഞത്. ആ ജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ അവരവരുടെ സ്വഭാവം അനുസരിച്ച്, അവരവരുടെ കർമ്മവാസന അനുസരിച്ച് അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. കാര്യം ഭഗവാൻ പറഞ്ഞാലും സ്വഭാവം മാറ്റിയിട്ട് വരുമെന്ന് പറഞ്ഞാലും അത് മാറ്റാൻ എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ അർഹത യോഗ്യത ആക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ശാസ്ത്രത്തെ അനുസരിക്കുക തന്നെ വേണം. അനുസരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവമാണ് അത്യന്ത രഹസ്യമായിരിക്കുന്ന അനുഭവജ്ഞാനം. ആ അനുഭവജ്ഞാനത്തെയാണ് ഇവിടെ വിജ്ഞാനം, ആ വിജ്ഞാനത്തിൽ അല്ലെങ്കിൽ രാജവിദ്യ രാജഗുഹ്യ യോഗം, അത്യന്ത രഹസ്യമായിരിക്കുന്ന ആ വിജ്ഞാനത്തിൽ പോലും നമുക്ക് ജ്ഞാനവിജ്ഞാന യോഗം പറയുന്നുണ്ട്. ആ വിജ്ഞാനം പോലും വിശേഷജ്ഞാനത്തെ അനുഭവസ്ഥമാക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനമാകുക. അതാണ് ഏറ്റവും രഹസ്യം. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ചിലപ്പം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് അതേ രീതിയിൽ നമ്മളെ ഉൾക്കൊണ്ട അതേ രീതിയിൽ അവർ ഉൾക്കൊണ്ടോളുന്ന നിർബന്ധമൊന്നുമില്ല. വെറുതെ ശ്രമിക്കാന്ന് മാത്രം. കാരണം ഭക്തിയുടെ ലെവല് ഒരേ റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ വേറൊരാളെന്തെങ്കിലും പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ജീവാത്മാ പരമാത്മാ ഐക്യം സാധിക്കുന്നത്. ഈ 9-ാം അധ്യായത്തിനെ നമ്മൾ സാക്ഷാത്കരിക്കണം എന്നർത്ഥം. അതാണ് ഏറ്റവും പ്രശ്നം. ഈ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഈ ശ്ലോകങ്ങള് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ റിസൾട്ട് വരിക എന്നർത്ഥം.
അപ്പം ലക്ഷ്യം തീരുമാനിക്കുക, അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചെയ്യുക, നിത്യനൈമിത്യ കർമ്മത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താതെ ചെയ്യുക. അതിൽ നിന്നുണ്ട അനുഭവങ്ങളെയൊക്കെ സഹിച്ചു കൊള്ളുക. നല്ലതോ ചീത്തയായാലും ഓവർകം ചെയ്യണം. അതിൽ എപ്പോഴാണ് ഭഗവാന് നമ്മളോട് അനുകമ്പയുണ്ടാകുന്നത്? അപ്പോൾ ആ വ്യക്തി ഭഗവാനിലേക്ക് ചെന്ന് ചേരും. അതിനു മുമ്പ് നമ്മൾ ജീവാത്മാ പരമാത്മ ഐക്യം സംഭവിച്ചിരിക്കും. അതിനാണ് ജീവൻ മുക്തി ഭാവം എന്ന് പറയുന്നത്. 15-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ജീവൻ മുക്തി. അപ്പം ഇതുകൊണ്ട് ഈ ഭക്തിയുടെ ഏറ്റവും വലിയ ഭക്തിയോഗ സിദ്ധി ഭക്തിയുടെ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നതെന്നർത്ഥം. അപ്പം അതുകൊണ്ട് ആ ഒരു ഭക്തിയോഗത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കട്ടെ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാകോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശംഖചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേ സമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.